ധാരാളം മഴ പെയ്യുന്ന ഈ സമയത്ത് നമ്മുടെ ശരീരം എളുപ്പം തന്നെ ദുർബലമാകാറുണ്ട്. ഈ മഴക്കാലത്ത് ശരീരം സുഖം അനുഭവിക്കാൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാൻ എന്താണ് ഏറ്റവും ലളിതമായ വഴി? അതിനുള്ള ലളിതമായ ഉത്തരത്തിൽ ഒന്നാണ് കർക്കിടക കഞ്ഞി. എന്താണ് കർക്കിടക കഞ്ഞി? കർക്കിടക മാസത്തിൽ കഴിക്കുന്ന പ്രത്യേക ഔഷധ കഞ്ഞിയാണ് കർക്കിടക കഞ്ഞി. ഇതിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ശരീരത്തിനെ ലഘൂകരിക്കുക, ഡീടോക്സ് ചെയ്യുക, പ്രതിരോധ ശേഷി കൂട്ടുക എന്നിവയാണ്. മഴക്കാലത്തെ രോഗങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. നമ്മുടെ പാരമ്പര്യ ആയുർവേദ ശീലങ്ങളുടെ ഭാഗമായ ഈ കഞ്ഞിക്ക് ദഹനത്തിനും ദൈനംദിന ഊർജത്തിനും ഒരുപാട് സഹായമാണ് തരുന്നത്. കരിങ്ങാരി വെള്ളം പോലുള്ളവയാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ട്. ഇതിലേക്ക് ഞവരേരി, ജീരകം, ചുക്ക്, ഉലുവ, കുറുന്തോട്ടി, ഏലക്ക, പതിമുഖം പോലുള്ള ഔഷധ കൂട്ടുകളൊക്കെ ചേർത്ത് വേവിച്ചിട്ടാണ് ഇതെടുക്കുക. നവരേരിയാണ് പലപ്പോഴും ഉപയോഗിക്കുക. ഈ കൂട്ടിന് ഓരോ വീട്ടിലും ഓരോ സ്ഥലത്തും ഒരുപാട് വ്യത്യാസങ്ങൾ കണ്ടുവരാറുണ്ട്. ചിലർ ഇതിനകത്ത് തേൻ ചേർക്കും, ചിലർ നെയ്യ് ചേർക്കും, ചിലർ ഇതിനകത്ത് തൈര് ചോറായിട്ടൊക്കെ കഴിക്കുന്നതും കണ്ടുവരുന്നുണ്ട്. കർക്കിടക കഞ്ഞി ശരിക്ക് ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നു. ദേഹത്ത് അടിഞ്ഞു കൂടിയേക്കുന്ന സഞ്ചരിക്കുന്ന ആമം എന്ന് പറയുന്ന അവസ്ഥയെ, ആമവിഷത്തിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ശരീരത്തിന്റെ ഡൈജഷൻ പ്രോസസ്സിനെ റിജുവിനേറ്റ് ചെയ്യുകയും അതിനെ റീസെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് വയറിളക്കം, കുടലിലുണ്ടാവുന്ന അഴുക്കുകൾ, ഛർദി പോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ വരാതിരിക്കുവാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് ഇത്. ഇതിന്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ശരീരത്തെ തണുപ്പിക്കുന്നതിലല്ല കഞ്ഞി ചെയ്യുന്നത്, മറിച്ച് ശരീരത്തിന്റെ ജഠരാഗ്നിയെ കൂട്ടുന്നതിലാണ്. എത്ര ദിവസമാണ് കഞ്ഞി കുടിക്കേണ്ടതെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. കർക്കിടക മാസത്തെ തുടക്കം, മഴക്കാലം തുടങ്ങുമ്പോൾ തൊട്ട് ഒരു 7 ദിവസം, മിനിമം 7 ദിവസമെങ്കിലും കഴിക്കണമെന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു നല്ല വശം. ഇത് ആ മാസത്തിൽ മൊത്തമായിട്ടും അല്ലെങ്കിൽ 21 ദിവസമാണെങ്കിലും ഒരു മിതമായ അളവിൽ കഴിക്കുന്നത് നല്ലതാണ്. കഴിക്കുന്നതെല്ലാം തന്നെ ആ വ്യക്തിയുടെ അപ്പോഴത്തെ ശാരീരിക അവസ്ഥയെ ആശ്രയിച്ചിട്ട് കൂടിയാണ് ഇതിന്റെ തോത് നിശ്ചയിക്കപ്പെടുക. ഈ മഴക്കാലത്ത് നിങ്ങളുടെ വീട്ടിലും ഒരു ഔഷധ കഞ്ഞിക്ക് സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഈ കർക്കിടകം നല്ല ആരോഗ്യമുള്ള ഒരു കർക്കിടകമായി മാറും നിങ്ങൾക്ക്. ഇതൊരു ഭക്ഷണം മാത്രമല്ല, ശരിക്കും ഇതൊരു ചികിത്സയാണ്. ആരോഗ്യത്തിനെ മുൻനിർത്തിയുള്ള ഒരു ചികിത്സ. അത് ഭക്ഷണത്തിലൂടെ ഈസിയാക്കുന്നത് മാത്രം. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആരോഗ്യമുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്തേ.